Hi friends, welcome to Learn Programming in Malayalam. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്ന കൺസെപ്റ്റ് എന്ന് പറയുന്നത് സി ഷാർപ്പിലെ സ്ട്രക്റ്റ് എന്ന് പറയുന്ന കാര്യം എന്താണെന്നുള്ളതാണ്. അപ്പോൾ സ്ട്രക്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ഗ്രൂപ്പ് ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ഒരു റിലേറ്റഡ് സെറ്റ് ഓഫ് ഡാറ്റേനെ നമുക്കൊരു പർട്ടിക്കുലർ വേരിയബിളിൽ ഹോൾഡ് ചെയ്ത് ഗ്രൂപ്പ് ചെയ്ത് സ്റ്റോർ ചെയ്യാനായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ് ബേസിക്കലി സ്ട്രക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ക്ലാസ്സൊക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ സിമിലറാണ്, ബട്ട് എക്സാക്ട്ലി ആ ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല. ബട്ട് ചില ഫീച്ചേഴ്സൊക്കെ കോമൺ ആണ്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ എനിക്കിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഡാറ്റ സ്റ്റോർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഒരു സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന റെക്കോർഡിൽ വരാവുന്ന ഡാറ്റ എന്ന് പറയുന്ന സ്റ്റുഡൻറ്റിൻ്റെ നെയിം വരാം, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിൻ്റെ മാർക്സ് വരാം. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളായിരിക്കും ആ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ വരുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റുഡൻറ്റിനെ നമ്മളൊരു സ്ട്രക്റ്റായിട്ട് ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലാസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റൻസ് പോലെ ആ ഒരു പർട്ടിക്കുലർ വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന വേരിയബിളിന് അതിൻ്റെ ഡാറ്റ ടൈപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ട്രക്റ്റായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഫീൽഡുകൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് സ്റ്റുഡൻസിൻ്റെ നെയിം ആൻഡ് മാർക്സ് വെച്ചിട്ടുള്ള ഒരു സ്ട്രക്റ്റാണ്. അപ്പോൾ ഈ രണ്ട് ഫീൽഡ്സ് ആ ഒരു സ്ട്രക്റ്റിൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ രണ്ട് കാര്യങ്ങളിലെ വാല്യൂ സെറ്റ് ചെയ്യാനും പിന്നെ അത് ആ സ്ട്രക്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ആ വാല്യൂസ് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ സ്ട്രക്റ്റ് എന്ന് പറയുന്ന ഒരു കീവേഡ് യൂസ് ചെയ്തിട്ടാണ് സ്ട്രക്റ്റ് സി ഷാർപ്പിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് ക്ലാസ്സൊക്കെ പോലെ തന്നെ ഒരു റിസർവ്ഡ് കീവേഡാണ്. ഓക്കെ, പിന്നെ സ്ട്രക്റ്റിൻ്റെ ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ സ്ട്രക്റ്റിൽ നമുക്ക് മെത്തേഡ്സ് ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന പോലെ മെത്തേഡ്സ് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ബട്ട് ക്ലാസ്സിൽ ഉള്ള പോലെ ഒരു ഇൻഹെറിറ്റൻസോ അല്ലെങ്കിൽ മറ്റു സ്ട്രക്റ്റിൽ നിന്ന് ഇൻഹെറിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും സ്ട്രക്റ്റിൽ പോസിബിൾ അല്ല. പിന്നെ അതുപോലെ തന്നെ സ്ട്രക്റ്റ് നമുക്ക് കൺസ്ട്രക്ടർ അലൗഡാണ്. അപ്പോൾ കൺസ്ട്രക്ടർ എന്ന് പറയുന്നത് പാരാമീറ്റർ ഉള്ള ടൈപ്പ് ഓഫ് കൺസ്ട്രക്ടർ മാത്രമേ സ്ട്രക്റ്റിൽ അലൗഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് കൂടാതെ ഒരുപാട് പ്രോപ്പർട്ടീസ് സ്ട്രക്റ്റിനുണ്ട്. അപ്പോൾ ഒരു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോമൺലി നിങ്ങൾ മസ്റ്റായിട്ടും അറിയേണ്ട കുറച്ച് പ്രോപ്പർട്ടീസാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു നമ്മൾ ഈ പറഞ്ഞ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ സ്ട്രക്ചറിൽ ബിൽഡ് ചെയ്ത് നമുക്കൊന്ന് കോഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്ന സ്ട്രക്റ്റ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന പേരിലുള്ള ഒരു സ്ട്രക്റ്റാണ്. അപ്പോൾ ഈ സ്ട്രക്റ്റിനകത്ത് ഉള്ള രണ്ട് വാല്യൂസ് അല്ലെങ്കിൽ രണ്ട് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഒന്ന് നെയിമാണ്, രണ്ടാമത് നമ്മൾ കൊടുക്കാൻ പോകുന്നത് മാർക്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ആക്സസ് മോഡിഫയർ കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ മാർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഇൻറ്റീജറായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇതിനെ ഇനിഷ്യലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ ഇതിൽ വാല്യൂ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ഒരു വേരിയബിൾ സ്റ്റുഡൻറ്റ് S1 എന്ന് പറയുന്ന ഒരു വാല്യൂ ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് വേരിയബിൾ. ഈ വേരിയബിളിൽ ഇനി നെക്സ്റ്റ് ആയിട്ട് നമുക്ക് വേണ്ടത് S1 നമ്മുടെ ഈ ഒരു നെയിമിൻ്റെ വാല്യൂ ആൻഡ് മാർക്കിൻ്റെ വാല്യൂ, ഈ രണ്ട് വാല്യൂസ് നമുക്കിവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്ത് നെയിം ഈക്വൽ ടു കൃഷ്ണ എന്ന് സെറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ മാർക്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളൊരു ഇൻറ്റീജർ വാല്യൂ ഇവിടെ സെറ്റ് ചെയ്യുന്നു. ഇത് രണ്ടും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്ട്രക്ചറിലെ വാല്യൂ ഇനിഷ്യലൈസേഷൻ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത് ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ്ലി വേണമെങ്കിൽ നമുക്കിവിടെ പ്രിൻറ്റ് ചെയ്ത് നോക്കാം ഒരു വാല്യൂ കറക്റ്റായിട്ട് അതിനകത്ത് ഡിസ്പ്ലേ ആവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഈ ഒരു കോഡ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ട് ഇവിടെ S1.name ഇവിടെ പ്രിൻറ്റ് ചെയ്ത സമയത്ത് നമുക്ക് കൃഷ്ണ എന്നുള്ളൊരു ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഒരു മിനിമൽ ലെവലിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും മിനിമലായിട്ടൊരു സ്ട്രക്ചർ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് പ്രോഗ്രാമിങ്ങിൽ ഇങ്ങനെയാണ്. അപ്പോൾ ബാക്കി ലാംഗ്വേജ് ഫോർ എക്സാമ്പിൾ C ഒക്കെ ആയിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ മറ്റു മിക്ക ലാംഗ്വേജിലും ഇങ്ങനെ കുറച്ച് ഫീൽഡ്സ് സെറ്റ് ചെയ്യാൻ മാത്രമേ സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒന്നും നടക്കില്ല. ബട്ട് സി ഷാർപ്പിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ സി ഷാർപ്പിൽ നിങ്ങൾക്ക് സ്ട്രക്ചറിനകത്ത് മെത്തേഡ്സ് കൊടുക്കാനായിട്ട് പോസിബിളാണ്. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഒരു മെത്തേഡ് ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. ഡിസ്പ്ലേ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് നമ്മളിവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നമുക്ക് ഡയറക്റ്റ്ലി സ്ട്രക്ചർ യൂസ് ചെയ്തുകൊണ്ട് കോൾ ചെയ്യാനായിട്ട് സാധിക്കും.
ഇവിടെ നെയിം ആൻഡ് മാർക്സ് ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ ആക്ച്വലി ഇവിടെ പ്രിൻ്റ് ചെയ്തിരിക്കുന്നതാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു കാര്യത്തിന് സ്ട്രക്ചർ വേരിയബിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു S1 എന്ന് പറയുന്നൊരു കാര്യം യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ഇവിടെ കോൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ S1 ഡോട്ട് ഡിസ്പ്ലേ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ആ ഒരു കാര്യം കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു മെത്തേഡ് നമ്മൾ ക്ലാസ്സിലൊക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ എക്സാക്ട്ലി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സ്ട്രക്ചറിലും സാധിക്കുന്നതാണ്. ഇത് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെയിം അത് കഴിഞ്ഞ് മാർക്സ് എന്ന് പറയുന്ന കാര്യവും ഇവിടെ പ്രിൻ്റ് ആയിട്ടുണ്ട്. ഇതിൽ ഇൻഡെക്സ് തെറ്റിപ്പോയതുകൊണ്ടാണ് വർക്ക് ചെയ്യേണ്ടിരുന്നത്. അപ്പോൾ നെയിം ആൻഡ് മാർക്സ് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് പ്രിൻ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് ഇനി നമ്മളിവിടെ സ്ട്രക്ചറിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് പറഞ്ഞു. സ്ട്രക്ചറിൽ നമുക്ക് പാരാമീറ്ററൈസ്ഡ് ആയിട്ടുള്ള കൺസ്ട്രക്ടറും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു സെയിം എക്സാമ്പിളിനെ കൺസ്ട്രക്ടർ യൂസ് ചെയ്തിട്ട് ഈ വാല്യൂസ് നമ്മൾ കൺസ്ട്രക്ടർ ത്രൂ സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് ഫസ്റ്റ് ഇവിടെ ഒരു കൺസ്ട്രക്ടർ ആഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ നമ്മൾ കൺസ്ട്രക്ടർ സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന ആ ഒരു കൺസ്ട്രക്ടർ ആഡ് ചെയ്യുന്നു. അപ്പോൾ അതിനകത്തേക്കുള്ള രണ്ട് പാരാമീറ്ററാണ് നെയിം, അതുപോലെ തന്നെ മാർക്സ് എന്ന് പറയുന്ന ഒരു കാര്യവും നമ്മൾ കൺസ്ട്രക്ടർ ഇൻപുട്ടായിട്ട് ഇവിടെ ആക്സെപ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഈ കൺസ്ട്രക്ടറിലേക്ക് വരുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ദിസ് ഡോട്ട് നെയിം ഈക്വൽ ടു നെയിം എന്ന് കൊടുക്കുന്നത്, അതായത് കൺസ്ട്രക്ടർ ത്രൂ പാസ് ചെയ്യുന്ന കാര്യം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു വാല്യൂ അവിടെ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു സ്ട്രക്ചറിൻ്റെ അകത്തുള്ള കൺസ്ട്രക്ടറിൻ്റെ കോഡ് കംപ്ലീറ്റ് ആവുന്നതാണ്. അപ്പോൾ ഇനി വേണ്ട കോഡ് ചേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ ഈ ഒരു ഇനിഷ്യലൈസേഷൻ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മാറ്റിയിട്ട് നമുക്ക് ഡയറക്റ്റ്ലി സ്ട്രക്ട് ത്രൂ അത് ഇനിഷ്യലൈസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഈ ഫസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ നെയിമാണ്. ഈ ഒരു നെയിം നമുക്കിവിടെ പാസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതുപോലെ തന്നെ സെക്കൻഡ് പാരാമീറ്ററായിട്ട് നിങ്ങൾക്ക് വാല്യൂ മാർക്സിൻ്റെ വാല്യൂ ഇവിടെ പാസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ലൈൻസ് നമുക്കിതിൽ നിന്ന് ഔട്ട് ചെയ്യാവുന്നതാണ്. ഈ ഒരു കോഡ് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്ക് എക്സാക്ട്ലി നമ്മൾ നേരത്തെ കിട്ടിയ ആ സെയിം ഔട്ട്പുട്ട് തന്നെ നമുക്കിവിടെ കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് ബേസിക്കലി സ്ട്രക്ചറിൻ്റെ ഒരു യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി നിങ്ങൾക്കൊരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് ഡാറ്റ സ്റ്റോർ ചെയ്യണമെങ്കിൽ സ്ട്രക്ചർ യൂസ് ചെയ്യാം. കാരണം സ്ട്രക്ചർ എന്ന് പറയുന്നത് ബേസിക്കലി പറഞ്ഞു വരികയാണെങ്കിൽ ഒരു കസ്റ്റം ടൈപ്പാണിത്. കാരണം ഈ S1 എന്ന് പറയുന്നതിൽ നമ്മൾ ഈ ഒരു സ്റ്റുഡൻ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിൽ പറഞ്ഞു കൊടുത്തിരിക്കുന്ന ഫീൽഡ്സ് മാത്രമേ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഒരു റെക്കോർഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത് സ്റ്റുഡൻറ്റിൻ്റെ നമ്മൾ പർട്ടിക്കുലർലി നമ്മൾ ഉദ്ദേശിക്കുന്ന കുറച്ച് ഫീൽഡ്സ് മാത്രമേ അതിനകത്ത് വരുള്ളൂ. അല്ലെങ്കിൽ വേറൊരു ഫീൽഡ് വരാനായിട്ട് സ്ട്രക്ചറിൽ അത് അലൗഡ് അല്ല. നമ്മളിവിടെ എന്താണോ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു ഫീൽഡ് മാത്രം നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടി മീനിങ് ഫുൾ ആയിട്ടൊരു കാര്യം നിങ്ങൾക്ക് ഗ്രൂപ്പ് ചെയ്ത് ഡാറ്റേനെ ഓർഗനൈസ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നോർമലി വെറുതെ രണ്ട് വേരിയബിൾ ഇവിടെ കൊടുത്ത് നെയിം ആൻഡ് മാർക്സ് എന്ന് കൊടുക്കുന്ന പോലെയല്ല, നമ്മൾ ഈ ഒരു സ്റ്റുഡൻറ്റിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു സ്ട്രക്ചർ സ്റ്റുഡൻറ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന എല്ലാ വേരിയബിൾസിലും ആ ഒരു പർട്ടിക്കുലർ സെറ്റ് ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ ആ ഒരു സബ് റെക്കോർഡ്സ് മാത്രമേ അതിൽ ഉണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ഇതാണ് ബേസിക്കലി സ്ട്രക്ട് എന്ന് പറയുന്ന കൺസെപ്റ്റ്. അപ്പോൾ അതിൻ്റെ ഇനിയും കുറച്ച് അഡ്വാൻസ്ഡ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ബേസിക്കലി ഈ ഒരു ലെവൽ കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ട്രക്ചർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിൽ കൺസ്ട്രക്ടർ എങ്ങനെ കൊടുക്കുന്നു, അതിൽ മെത്തേഡ്സ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. കൂടുതൽ ടോപ്പിക്സ് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും.